മുട്ട ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നതും വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതുമായ ഭക്ഷണങ്ങളിൽ ഒന്നാണ്. മുട്ടയുടെ സ്ഥിരമായ ഉപയോഗം പേശികളുടെ വളർച്ചയെ പിന്തുണയ്ക്കാനും തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും കണ്ണിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും ആരോഗ്യകരമായ കൊളസ്ട്രോൾ നിലനിർത്താനും സഹായിച്ചേക്കാം. മുട്ടകൾ ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീൻ, വിറ്റമിൻ ഡി, അവശ്യ അമിനോ ആസിഡുകൾ, ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ എന്നിവയുടെ മികച്ച ഉറവിടമാണ്. മുട്ട പുഴുങ്ങിയോ പൊരിച്ചോ ഓംലെറ്റായോ അല്ലെങ്കിൽ മറ്റ് രീതികളിലോ പാചകം ചെയ്യാവുന്നതാണ്. ഇത് പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, അത്താഴം എന്നിവയ്ക്ക് അനുയോജ്യമാക്കുന്നു. എന്നിരുന്നാലും മുട്ടകൾ ഗുണങ്ങളാൽ സമ്പന്നമാണെങ്കിലും അവയോടൊപ്പം കഴിക്കുന്ന ഭക്ഷണങ്ങൾ അവയുടെ പോഷകങ്ങൾ ശരീരം എത്രത്തോളം ആഗിരണം ചെയ്യുന്നു എന്നതിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. സോയാ മിൽക്ക്, ചായ, പഞ്ചസാര, വാഴപ്പഴം, മറ്റു മാംസങ്ങൾ തുടങ്ങിയ ഭക്ഷണങ്ങൾ മുട്ടയോടൊപ്പം കഴിക്കരുത്. സോയാ മിൽക്ക് സാധാരണ പാലിന് പകരം വയ്ക്കാവുന്ന പോഷക ഗുണമുള്ള ഒന്നാണ്. ഇത് ഒറ്റയ്ക്ക് മുട്ടയോടൊപ്പം കഴിക്കുന്നത് പ്രോട്ടീൻ ആഗിരണത്തെ തടസ്സപ്പെടുത്തിയേക്കാം. മുട്ടയിലും സോയയിലും ഉയർന്ന അളവിൽ പ്രോട്ടീൻ ഉണ്ട്. ഒരു പരിധിയിൽ കൂടുതൽ പ്രോട്ടീൻ ഉണ്ടാകുന്നതും നല്ലതല്ല. പലരും മുട്ടയോടൊപ്പം ചായ കുടിക്കാറുണ്ട്, പ്രത്യേകിച്ച് പ്രഭാത ഭക്ഷണത്തിന്. ഇത് നല്ലതല്ലെന്നാണ് പറയുന്നത്. തേയിലയിൽ പോളിഫെനോളുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് പ്രോട്ടീൻ ശരീരം വലിച്ചെടുക്കുന്നത് തടയുന്നു. പഞ്ചസാര മുട്ടകൾ പ്രോട്ടീൻ്റെയും അമിനോ ആസിഡുകളുടെയും മികച്ച ഉറവിടമാണെങ്കിലും പഞ്ചസാര മുട്ടകളിലെ അമിനോ ആസിഡുകളുമായി സംയോജിക്കുമ്പോൾ ഒരു രാസപ്രവർത്തനം നടക്കുന്നു. ഈ പ്രവർത്തനം ശരീരത്തിൽ ദോഷകരമായ സംയുക്തങ്ങൾ രൂപപ്പെടുത്താൻ സാധ്യതയുണ്ട്. മുട്ടയും വാഴപ്പഴവും പോഷകസമൃദ്ധമാണെങ്കിലും രണ്ട് ഭക്ഷണങ്ങളും സാന്ദ്രതയുള്ളതും വയറ്റിൽ വിഘടിക്കാൻ കൂടുതൽ സമയമെടുക്കുന്നതുമാണ്. അവയെ ഒരുമിച്ച് കഴിക്കുന്നത് വീക്കം, മന്ദഗതിയിലുള്ള ദഹനം, ഭാരമുള്ളതായി തോന്നുക എന്നിവയ്ക്ക് കാരണമായേക്കാം. മുട്ടയോടൊപ്പം മറ്റ് മാംസങ്ങൾ കഴിക്കുന്നത് ഒഴിവാക്കണം, പ്രത്യേകിച്ച് വലിയ അളവിൽ. മുട്ടയും മാംസവും പ്രോട്ടീൻ്റെയും കൊഴുപ്പിൻ്റെയും മികച്ച ഉറവിടങ്ങളാണ്. ഇത് ദഹനത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നായി മാറുന്നു. ദഹന വ്യവസ്ഥയെ അമിതമായി ഭാരപ്പെടുത്തുന്നത് ഭക്ഷണശേഷം അസ്വസ്ഥത, ക്ഷീണം, മന്ദത എന്നിവയ്ക്ക് കാരണമായേക്കാം.